ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ പുതിയൊരു PYQ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1857 കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, എല്ലാ ജോഡികളും. ഝാൻസി റാണി ലക്ഷ്മിബായ്, കാൺപൂർ നാനാ സാഹിബ്, ഡൽഹി ജനറൽ ഭക്ത്ഖാൻ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ചുവടെ തന്നിരിക്കുന്ന സമരങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, റൗളട്ട് നിയമവിരുദ്ധ സമരം. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ മാത്രം ശരിയാണ്. ഒന്നാമത്തെയും മൂന്നാമത്തെയും. സ്ഥിര അംഗങ്ങളും താൽക്കാലിക അംഗങ്ങളും അടങ്ങിയ ഘടകമാണ് സുരക്ഷാ സമിതി. ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? ഒന്നാമത്തേതും മൂന്നാമത്തേതും മാത്രം. നീൽ ദർപ്പൺ, ദിനബന്ധു മിത്ര, ആനന്ദമഠം, ബങ്കിം ചന്ദ്ര ചാറ്റർജി. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകൾ മാത്രം. ഒന്നും രണ്ടും. 2005 വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. രാജ്കുമാർ ഗോയലാണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ഏത്? ഓപ്ഷൻ എ മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം. പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. കടൽക്കാറ്റെന്ന് വിളിക്കുന്നു. സഹ്യാദ്രിയിലെ മഹാബലേശ്വറിനടുത്തു നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏത്? കൃഷ്ണ. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരെന്ത്? അറ്റോൾ. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരാണ് അറ്റോൾ. അരുവികൾ അപ്രത്യക്ഷമാകുന്ന ഷിവാലിക് കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല ഏത്? ബാബർ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന ഭാഗമേത്? നീലഗിരി. 2023 55-ാം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആര്? മോഹൻലാൽ. നീതി ആയോഗിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? 1 ശരിയല്ല, ബാക്കി 3 ശരിയാണ്. ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ആസൂത്രണ കമ്മീഷന് പകരമായത് സഹകരണ ഫെഡറലിസം മുഖ്യലക്ഷ്യം. നവരത്ന, മിനിരത്ന എന്നീ വാക്കുകൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ വ്യവസായ മേഖല, സ്വകാര്യവൽക്കരണം, സാമ്പത്തിക പരിഷ്കാരങ്ങൾ, 1991. ഓപ്ഷൻ ഡി ആണ് ആൻസർ, 1, 3, 4. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി സ്ഥാപിതമായത് എന്നാണ്? 1998 ഏപ്രിൽ 12. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരാണ്? 4 മാത്രം. നോർമൻ ബോർലോഗ്, വില്യം ഗാർഡ്, ഡോക്ടർ MS സ്വാമിനാഥൻ എന്നിവർ ഹരിത വിപ്ലവവുമായി ബന്ധമുള്ളവരാണ്. 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനക്കമ്മി GDPയുടെ എത്ര ശതമാനമാണ്? 4.4%. 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനക്കമ്മി GDPയുടെ എത്ര ശതമാനമാണ്? 4.4%. 2025 നടന്ന ICC വനിതാ ലോകകപ്പിനെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? 1, 3, 4 ശരിയാണ്. കിരീടം നേടിയത് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീം ഓസ്ട്രേലിയയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് 2025 മാരിസൺ കാപ്പാണ് നേടിയത്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതെന്ന്? 1950 ജനുവരി 26. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദേശീയ ഭരണഘടനാ ദിനം നവംബർ 26. പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏത്? 42. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം? ഇന്ത്യ. ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏത്? വകുപ്പ് 324. ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏത്? വകുപ്പ് 324. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കാലാവധി? 5 വർഷം. പഞ്ചായത്തി രാജ് സമ്പ്രദായത്തിൻ്റെ പിതാവ്?
ബൽവന്ത് മേത്ത. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ജസ്റ്റിസ് സൂര്യകാന്ത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 1, 2, 3 മാത്രം ശരി. 1, 2, 3 മാത്രം ശരി. പാർലമെൻറ്റ് നിയമസഭാംഗങ്ങൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരെ തിരഞ്ഞെടുക്കുന്നു. ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്വേഷിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു. രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ എന്നിവ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുക. ഇന്ത്യയിൽ ആരംഭിച്ച 1-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? എല്ലാം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. എല്ലാം ശരി. 1951 ഇന്ത്യയുടെ ആദ്യ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. 1-ാം പഞ്ചവത്സര പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നതിൽ സജീവ പങ്ക് വഹിച്ചത് ഡോക്ടർ KN രാജ് ആയിരുന്നു. ബക്രാനങ്കൽ അണക്കെട്ട്, ഹിരാകുഡ് അണക്കെട്ട് തുടങ്ങിയ വൻകിട പദ്ധതികൾക്കായി ഭീമമായ തുക വകയിരുത്തി. 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ ബി എല്ലാം ശരി എന്നാണ്. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ വേമ്പനാട്ട് കോൾ തണ്ണീർത്തടം, അഷ്ണമുടി കായൽ, ശാസ്താംകോട്ട കായൽ എന്നീ 3 പ്രദേശങ്ങൾ 2002 റാംസർ സൈറ്റുകളായി പ്രഖ്യാപിക്കപ്പെട്ടു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? സി 3 മാത്രം ശരി. രാഷ്ട്രപതിയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത്. ടൈഫോയിഡ് നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ്? വൈഡൽ ടെസ്റ്റ്. ടൈഫോയിഡ് നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ് വൈഡൽ ടെസ്റ്റ്. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയുള്ള ജനിതക രോഗം? ഹീമോഫീലിയ. കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം? കേരളം. ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി? ഫീമർ. അമിതമായി മദ്യപിക്കുന്നവരിൽ കാണപ്പെടുന്ന കരൾ സംബന്ധമായ രോഗം ഏത്? സീറോസിസ്. ഇത്തായി എന്ന രോഗത്തിന് കാരണമായ ലോഹം ഏതാണ്? കാഡ്മിയം. ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളുടെ ഗുണങ്ങൾ അല്ലാത്തതേത് തിരഞ്ഞെടുക്കുക. ഇവ അനുദൈർഘ്യ തരംഗങ്ങൾ ആണ്. മരുഭൂമിയിലെ മരീചിക രൂപപ്പെടുന്നത്? ചൂടുള്ള വായുപാളികളിൽ പൂർണ്ണാന്തരിക പ്രതിഫലനം നടക്കുന്നതിനാൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഗ്രാവിറ്റി മൂലമുണ്ടാകുന്ന ത്വരണത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി രേഖപ്പെടുത്തുക. 2, 4 ഇവ രണ്ടും ശരിയാണ്. ധ്രുവപ്രദേശങ്ങളിൽ ജിയുടെ മൂല്യം പരമാവധി ആയിരിക്കും. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും താഴേക്ക് പോയാൽ ജിയുടെ മൂല്യം കുറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളിൽ ഏതാണ് ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ചത്? EOS 09. കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി 1ഉം 4ഉം മാത്രം. ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ. ഒരു ആസിഡ് ലോഹവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏത്? ഹൈഡ്രജൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രം. സ്ഥിര താപനിലയിൽ V ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/V, P1 V1 = P2 V2. യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏത് വർഷത്തെ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നു? 2025. യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏത് വർഷത്തെ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നു? 2025. മലയാളത്തിൽ ആദ്യമായി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്? അടൂർ ഗോപാലകൃഷ്ണൻ. ആരുടെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? മേജർ ധ്യാൻചന്ദ്. വിജുഗീഷു മൃത്യുവിനാമോ ജീവിതത്തിൽ കൊടിപ്പടം താഴ്ത്താൻ ഈ വരികൾ ഏത് കൃതിയിലേതാണ്? കന്നിക്കൊയ്ത്ത്. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആര്? ശങ്കരാചാര്യർ. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? കെ അരവിന്ദാക്ഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിട്ടുള്ളത്.
ഇതിൽ ഈ ബന്ധമുള്ളത് ഏത് ബന്ധമില്ലാത്തത് ഏത് എന്നുള്ളത് നിങ്ങൾ ആൻസറിൽ ബന്ധമുള്ളതാട്ടോ പഠിക്കേണ്ടത്. ഷോർട്ട് നോട്ട് ആക്കിയിട്ട് എഴുതി വെക്കുമ്പോൾ ആ ടോപ്പിക് എഴുതുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 2 പോയിൻ്റ് ആയിരിക്കും, ആ 2 പോയിൻ്റ് എഴുതി വെച്ചിട്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനെയാണ് കേട്ടോ നിങ്ങൾ പഠിക്കേണ്ടത്. അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ ഈ PYQ ചെയ്യുന്നതിനോടൊപ്പം ഇതിൻ്റെ ഷോർട്ട് നോട്ട് എന്തായാലും അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എഴുതി വെച്ചിട്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. എന്നാലാണ് ഇത് കാണുന്നതിന്, അല്ലാണ്ട് വെറുതെ കണ്ടുപോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലോ എന്തെങ്കിലും കണ്ടുപോയിട്ട് കാര്യമില്ല. ഇതിലറിയാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി വെച്ചിട്ട് പഠിക്കുക തന്നെ വേണേ. ഇതിലൊരുപാട് നല്ല കറണ്ട് അഫെയർ വന്നിട്ടുണ്ട്. ഇത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ 2026 നടന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് മറ്റേ നവോത്ഥാനമൊക്കെ ഏകദേശം പഴയ കാര്യങ്ങളും ഭരണഘടനയും എല്ലാം സിമ്പിളായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പ്രിലിംസിന് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും മിക്കവാറും വരാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കാണ്ട് ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക്